ആസാമിലെ മജുലി എന്ന് പറയുന്ന ദ്വീപിലാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ കണ്ടു കാണുമല്ലോ. അപ്പം ശരിക്കും ഈ ആസാമിൻ്റെ ഭാഷ അല്ലെങ്കിൽ ആസാമീസ് ഭാഷയിൽ മജുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള നാട് എന്നാണ്. ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മപുത്ര നദി വഴിമാറി ഒഴുകിയപ്പോൾ ഉണ്ടായ ദ്വീപ് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഏകദേശം ആയിരത്തിലധികം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് ചുരുങ്ങി ഏകദേശം 350 സംതിങ്, അതായത് 1/3 പോയി. അപ്പം അനുദിനം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപാണ് മജുലി. പക്ഷേ എന്നാലും നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കൂടിയാണ് മജുലി ഉള്ളത്. അപ്പോൾ നമ്മൾ മജുലിയിൽ വന്നപ്പോഴത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. നമ്മുടെ മജുലി എന്ന് പറയുന്നത് വലിയ ഒരു ദ്വീപല്ല, ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ്. അതിനെ ഇവിടുത്തെ ഭാഷയിൽ ചപ്പോരീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ചപ്പോരീസ് ഉണ്ട്. മെയിൻലി 22 ചപ്പോരീസാണുള്ളത്. അവിടെയുള്ള ട്രൈബ്സും അതിനനുസരിച്ച് വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുള്ള ട്രൈബ്സ് അല്ല, കുറച്ച് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു സ്ഥലമാണ് മജുലി ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറിനൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ മജുലിയുടെ കൾച്ചർ നമ്മൾ തേടി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ രീതികൾ എന്തൊക്കെയാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടും രാവിലെ പ്രധാനമായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. ഒരുപാട് നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ആൾക്കാർ അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ പോയി അവരുടെ രീതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ, നമ്മളുടെയൊക്കെ നാട്ടിലൊരു തയ്യൽ മെഷീൻ ഉള്ളതുപോലെ എല്ലാവരുടെയും വീടിൻ്റെ ഫ്രണ്ടിലൊരു നെയ്ത്ത് യന്ത്രമുണ്ട്. എല്ലാവരുടെയും തിണ്ണയിൽ അതുണ്ട്, നമുക്കത് കാണാൻ പറ്റും. അവർ നെയ്താണ് എടുക്കുന്നത്, അത് പിന്നെ തയ്ക്കലൊന്നുമില്ല, നെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളിൽ ഞങ്ങളത് കണ്ടു. പക്ഷേ നമ്മൾ ഇച്ചിരി നേരത്തെ ആയി പോയതുകൊണ്ട് ആക്റ്റീവായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ജസ്റ്റ് ഒന്ന് ഗ്രാമം ഒന്ന് കണ്ടു വരാം എന്ന് കരുതി. ഇവിടെയും മുളമേൽ വീട് പൊക്കി നിർത്തിയിരിക്കുകയാണ്. അത് എനിക്ക് പക്ഷേ തോന്നുന്നത് വെള്ളം ഒരു പക്ഷേ കയറുന്ന സ്ഥലമായിരിക്കും. വെള്ളം നന്നായിട്ട് കയറി. ഇത് ബ്രഹ്മപുത്ര നദിയിലുള്ള ഒരു ദ്വീപാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കയറി വരും. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട്, അവരുടെ ഹാബിറ്റാറ്റിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ ഒരു വെള്ളപ്പൊക്കം ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ആ വെള്ളപ്പൊക്കമാണ് ഇവർക്ക് ആവശ്യമുള്ള വളം ഒക്കെ സപ്ലൈ ചെയ്യുന്നത്, ഫലഭൂഷ്ടമാക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ധാരാളം. എനിക്ക് ഈ വഴി കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ചുറ്റുമല റൂട്ട് പോയതുപോലെയാണ്. അത് അവിടെയും ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ അമ്പലത്തിൻ്റെ പുറഭാഗത്തോട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വഴികൾ ഒരുപാടുണ്ട്. ആ ഓപ്പൺ ഏരിയ പുഞ്ചയിലേക്കൊക്കെ ഇറങ്ങുന്നത് അതേപോലെ. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ആളുകൾ ഈ മണ്ണിനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, മത്സ്യബന്ധനമാവട്ടെ, അതൊക്കെ അങ്ങനെ ഒരുപാട്. കാരണം അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മൾ ഈ നേരെ ഇങ്ങനെ പോകുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ തീരപ്രദേശമാണ് ഈ കാണുന്നത്. ബ്രഹ്മപുത്രയിലേക്കാണ് ഈ പോകുന്നത്. അവിടേക്കാണ് ഈ വഴി ഇറങ്ങി നിൽക്കുന്നത്. അവിടെ ഡെഡ് എൻഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാൻ. എന്ത് വാസ്റ്റായിട്ട് കിടക്കുകയാണ്. ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വെളുത്ത കളറിലെ മണലാണ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഈ മാലിയിലേക്ക് വീഡിയോ കാണുന്നത് പോലെ. ഇത് നമ്മുടെ മജുലിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലൂം ഫാക്ടറി. അതായത് മിക്കവാറുള്ള എല്ലാ വീടുകളിലും കാണും ഇങ്ങനത്തെ ഹാൻഡ്ലൂം വില്ലേജസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മേൽമുണ്ട് അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ തന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. कैसा बना सकते हैं ये बोल देगा। पहले बोबिन में बोबिन लेते हैं। हाँ, फिर बाकी काटते हैं, फिर भी ये कपड़ा बनता है। ये भी इस तरह बन रहा है। हाँ, ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോകുന്തോറും എല്ലാ വീടുകളിലും ഇങ്ങനൊരു സംവിധാനം ഞങ്ങൾ കണ്ടു. അപ്പം റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് വയസ്സ് ചെന്നവരും ഒരു ചേച്ചിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങളവിടെ ഇറങ്ങി
അതുകൊണ്ട് അപ്പോൾ പോയി കാര്യങ്ങളൊക്കെ തിരക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ നിൽക്കുകയെങ്കിൽ അവരത് വ്യക്തമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം നമ്മളെ അവർ ചായ കുടിക്കാനൊക്കെ ക്ഷണിച്ചപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ലാഞ്ഞതുകൊണ്ടാണ് നമ്മളതിന് നിൽക്കാഞ്ഞത്. വളരെ ലളിതമായ ജീവിതമാണ് ഇവരെല്ലാം നയിക്കുന്നത്. അവർ നമുക്ക് നല്ല വിശദമായി തന്നെ, ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഹിന്ദിയിൽ ഭയങ്കര വിശദമായി തന്നെ എല്ലാം പറയുന്നത്. ഒരു വീട്ടിലെ ആളുകളാണ് ഈ കാണുന്നത്, ഒരു കൂട്ടുകുടുംബമായിട്ടാണ് കഴിയുന്നത്. ये 4 पीस है। इसके अंदर में 4 पीस है। ओके ओके। ये अभी इधर से बना के ओ ऐसे बनाते जा रहे हैं आप? ओके ओके। ऐसा करके ऐसा करेगा। हाँ। उसके बाद इसको इधर में डालेगा। हाँ हाँ। ऐसा डालेगा ना, ऐसा बना के बहुत दिन लगता है। ओ ये 4 पीस बनाने के लिए इस दोनों में भी कपड़ा बन जाता है, इसमें जाल होता है ना ऐसा। ओके ओके। ऐसा बनाने से ये अपने आप हो जाएगा। मशीन में भी ऐसा ही बनाता है। हाँ 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 सेम सेम, सेम सेम है। लेकिन थोड़ा सा हम लोग का हाथ का देरी होता है। हाँ हाँ। तो मशीन में जल्दी होता है। एक दिन में कितना निकल जाएगा। ഓക്കെ ഓക്കെ. നമ്മുടെ ചേച്ചിമാർ നമുക്ക് വേണ്ടി അതിൻ്റെ ഓപ്പറേഷൻസ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നിയത് സ്കൂളുകളാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളെ കണ്ടിരുന്നു. അവർ ഇവിടെ തന്നെ ഒരുപാട് സ്കൂളുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീട്ടിലെ ചേച്ചിയൊക്കെ അവിടെ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും വന്നത് നന്നായിട്ട് ചേച്ചി കാണിച്ചു തന്നു, അവരുടെ ആ ഒരു രീതികളൊക്കെ അവർ കാണിച്ചു തന്നു. നമ്മളിനി ഇവിടെ നിന്നും ഇവരോട് യാത്ര പറയുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ ഒരു മാസ്ക് മേക്കിംഗ് സെൻറ്ററുകളാണ്. അപ്പോൾ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആസാമീസ് അല്ലെങ്കിൽ നമ്മുടെ മജുലി എന്ന് പറയുന്ന ആസാമിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനൊക്കെ ഒരു കാള ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അതേമാതിരി ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ മഹാഭാരതത്തിലെയും അങ്ങനത്തെ മിത്തുകളിലെയൊക്കെ തന്നെ മുഖങ്ങൾ അവർ ചെളിയിലും മറ്റോ കൊത്തിയെടുക്കാറുണ്ട്. അതായത് നമ്മളുടെ ഈ ഫ്ലോട്ടിൻ്റെയും കാളയുടെയൊക്കെ കൂടെ ഫ്രണ്ടിൽ പല ജൈജാൻറ്റിക്കായിട്ടുള്ള ഫേസ് മാസ്കുകളും ആഭരണങ്ങളും ഒക്കെ ഇട്ടിട്ട് പല പുരാണ കഥാപാത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വരാറില്ലേ, അത് തന്നെ സാധനം. ആ സാധനങ്ങളാണ് ഇവിടെ അവർ പണിയെടുക്കുന്നത്. അവരത് വളരെ പ്രത്യേക രീതിയിൽ അവരുടേതായ അവിടെ ഉള്ള അതായത് ഒത്തൻറ്റിക് സോഴ്സുകൾ ഉപയോഗിച്ചാണ് അത് പണിയുന്നത്. നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു മാസ്ക് മേക്കിംഗ് സെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ മാജുലിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്ക് മേക്കിംഗ് സെൻറ്ററാണ് സമഗുരി സത്ര എന്ന് പറയും. സത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്പലങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു അമ്പലങ്ങളിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സത്ര എന്ന് പറയുന്ന സ്ഥലമാണ് സമഗുരി സത്ര. സമഗുരിയിലാണ് ഈ മാസ്ക് മേക്കിംഗ് ഉള്ളത്. അപ്പോൾ സമഗുരിയിലെ മാസ്ക് മേക്കിംഗ് സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്ര എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലങ്ങൾ എന്നുള്ളൊരു ചെറിയ വാക്കിൽ ഒതുക്കാൻ നമുക്ക് പറ്റില്ല. അതൊരു കലാകേന്ദ്രമായിരിക്കാം, ഒരു കലാക്ഷേത്രമായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊരു ഇതിനെയും അവർ സത്ര എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ സമഗുരി സത്രയുടെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മാസ്ക് മേക്കിംഗ്. അവരുടെ ഒരു പ്രധാന ഉപജീവനം കൂടിയാണ് ഈ മാസ്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മജുലിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടാണ്. അതുകൊണ്ട് സന്ദർശകരുടെ തിരക്കിന് യാതൊരു കുറവുമില്ല. അകത്തെന്തായാലും കുറേയധികം ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ സമഗുരി എത്തിയിട്ടുണ്ട്. സമഗുരി സത്രത്തിനടുത്തുള്ളൊരു മാസ്ക് മേക്കിംഗ് സെൻറ്ററാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ചേട്ടയിരുന്ന് മാസ്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ തന്നെ ചെളിയിൽ പണിയെടുക്കുന്ന മാസ്കാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിലും മറ്റും നമ്മൾ ധാരാളമായിട്ട് ഇത് കാണുന്നുണ്ട്. ഇവിടുത്തെ കലാകാരന്മാർ പണിഞ്ഞിരിക്കുന്ന ശില്പങ്ങളാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് മാസ്ക് വാങ്ങിക്കാം, അവരുടെ ഹാൻഡിക്രാഫ്റ്റ് കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെൻറ്റർ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഈ ചെടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ചേട്ടൻ അതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
മജുലിയിൽ തന്നെ മാസ്ക് നിർമ്മാണം അഥവാ മുഖംമൂടി നിർമ്മാണത്തിന് ഏറെ പേര് കേട്ട ഒരിടമാണ് ഈ സമഗുരി സത്രം. ഈ മജുലിയിൽ തന്നെ 22 സത്രങ്ങളുണ്ട് ഈ മാസ്ക് മേക്കിങ്ങിനായിട്ട്. അപ്പം അതിലിപ്പം നിലവിൽ ലൈവായിട്ട് ഇങ്ങനത്തെ പ്രോസസ്സ് കാണിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റഷ്. അപ്പോൾ ഈ ഒരു കലാകാരൻ ഇവിടെ ചെയ്യുന്നത് മാസ്ക് മേക്കിങ്ങാണ്. ഈ മാസ്ക് ആക്ച്വലി നമ്മളുടെ ഒരാളുടെ ഫേസിൽ വെക്കാവുന്ന അതേ അളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയിൽ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയല്ല. അവരാദ്യം അത് മുളയിൽ, അതായത് നമ്മളുടെ ശരീരത്തിലെ എല്ല് പോലെ മുളയിൽ അതിൻ്റെ സ്കെൽറ്റൻ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെ പിന്നെ ചാണകം, അതിനുശേഷം പിന്നീട് ചെളി, അതിനുശേഷം വീണ്ടും അതിലേക്ക് പേപ്പർ അല്ലെങ്കിൽ ഈ ജൂട്ടിൻ്റെ നാര് അത് വെച്ച് അതിനെ വീണ്ടും ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും ഇവിടുത്തെ പ്രത്യേകതരം ചെളി അതൊക്കെ ഉപയോഗിച്ചാണ് അവരതിനെ മെഴുകി പാകപ്പെടുത്തി അതിനൊരു ഫിനിഷിങ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ അതിനൊരു ആ ഒരു ഭംഗി, ആ ഒരു അഴക് നൽകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കണക്ക് അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് അത് ചെയ്യുന്നത്. പുള്ളിയോട് ചോദിക്കുമ്പം പുള്ളി നമുക്കത് പറഞ്ഞു തരുമ്പോഴായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാവും. നിങ്ങളീ കാണുന്നത് ഫുള്ള് അങ്ങനെ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. പേപ്പർ വെക്കും, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് അത് നമുക്ക് 5 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് ഇവര് ബാമ്പു കൊണ്ട് ഉണ്ടാക്കും ആ ഒരു മെയിൻ സ്ട്രക്ചർ. അതിനുശേഷം ചെളി, അതിനുശേഷം നമ്മുടെ ഒരു ചാണകം കൊണ്ടുള്ളൊരു ഇത് ചെയ്യും, ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്യും. അതിനുശേഷം ആണ് മെയിൻ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള സംഭവമാണിത്. അവസാനം അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഈ 5 സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ബൊമ്മ ഉണ്ടായി കഴിയുകയാണ്. और ये मांग हम ठीक करके बनाए और ये भगवान का जो विष्णु नरसिंह होता है बड़ा मुकुटा बोला है और एक है मीडियम साइज ये रुकुकाई मुकुटा, ये नरसिंह। ओके, ये बड़ा मुकुटा रुकुकाई मुकुटा और ये फेस मुकुटा बोला है। ये सब ये सर पे पहनता है। ओ ठीक है. कन्नु പേടിച്ചിരിക്കുന്നു. ചുമ്മാടാ ഒന്നും ചെയ്തില്ല. ये फेस्टिवल के लिए बनाता है, फेस्टिवल के लिए बनाता है। ये अलग ये रामायण का है। ओ रामायण का है। फेस्टिवल के लिए बाहर में जो बनाए ना ये ओके, बोका जो पुतना बने सबको लगा। तो ये तो अभी भी बनाया है। हां हां ये न्यू बना नहीं, आप लोग कौन खेलता है ऐसे अलग लाट। कितने आर्टिस्ट वर्क करते हैं आप? ये हमारा फैमिली सभी, हमारा बड़ा भाई है, हमारा सार है और हमारा स्टूडेंट है 40 ऐसा स्टूडेंट है, तो मिल करके हम लोग बने। और ये मास्क बनाने के लिए हमारे पिताजी अवार्ड मिला 2003 में, संगीत नाटक अकेडमी अवार्ड मिला है। देखिए अब्दुल कलाम जी को सर DKM भवन ने ताम्रपत्र मिला है, एक वाजपेयी को प्रेजेंट दिया था 2013 में पन्नाबुरा अवार्ड मिला। ऐसा जो अवार्ड मिला देश विदेश से सभी लोग देखने के लिए। और ये सत्र हमारा सत्र एस्टेब्लिश हुआ था 1663 और अहुम किंग सकरा सिंह जो सत्र एस्टेब्लिश है। मोरा पेड़ था, जो पेड़ का नाम श्याम बोला है, 1917 एस्टेब्लिश किया था। नाम रखा है सामुगिरी सत्र। सत्र का जो मेन कल्चर है मुकुटा बनाना। ये 500 साल के हमारे गुरु शंकरदेव का पहले एक परंपरा चल रहा है वैष्णवी कल्चर, श्रीमद संग्रहदेव। ठीक है, पढ़ा है स्कूल पे श्रीमद संग्रहदेव हमारे गुरु है। गुरु है, हाँ हाँ, वैष्णव कल्चर का गुरु। ठीक है. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു വേറൊരു ലോകമാണ്. നമ്മളുടെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ നമ്മളുടെ രാമായണം മഹാഭാരതത്തിലൊക്കെയുള്ള. അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബൊമ്മകൾ, അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര ജയന്റ് ആണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് രാവണന്റെ ഒക്കെ തല, അതുപോലെ നമ്മുടെ ഹനുമാന്റെ മുഖം, അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ കണ്ട് ഇതൊക്കെ കണ്ടോ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഗരുഡനാന്ന് തോന്നുന്നില്ലേ. ഉത്സവങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ബൊമ്മകൾ വെച്ച് നടക്കത്തില്ലേ ആളുകൾ, അതുപോലുള്ള സാധനങ്ങളാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഭയങ്കര വെയിറ്റ്ലെസ് ആണ് ഈ സാധനങ്ങളെല്ലാം കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സമഗുരിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ടനുബന്ധിച്ചൊരു സത്രമുണ്ട്. സത്രം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലം, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ഒരിടത്ത് കയറിയല്ലോ, അപ്പോൾ എല്ലായിടത്തും കാഴ്ചകൾ ഒരുപോലെയാണ്. ഇനി ഒരു പോട്രി വില്ലേജ് ഉണ്ട്, നമുക്ക് അടുത്ത വില്ലേജിലേക്ക് പോകാം. അപ്പോൾ വേഗമായിട്ട് ഉച്ചയാവുന്നു. ചോറ് കഴിച്ചിട്ട് പോയാലോ? അപ്പോൾ വിടിരുന്നോ? അങ്ങ് മാറി
അല്ല വില്ലേജിലൂടെ കയറിയിട്ട് ഒരുമിച്ചിട്ട് കഴിക്കാം, എന്നിട്ട് കഴിച്ചിട്ട് പോയാൽ പോരെ. എന്നാൽ ഓക്കെ ബാ വന്നാൽ. നമ്മുടെ ഇന്ത്യ എന്തുമാത്രം വെറൈറ്റി ആണല്ലേ, എന്തുമാത്രം വെറൈറ്റി കാഴ്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ശരിക്കും ഇത് കാണാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മിസ്സാണ്. ആ ഒരു ഗ്രാമീണ ജനത, ഇന്ത്യയുടെ ആത്മാവ് ശരിക്കും ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. എന്ത് രസമാണ് ഇത് ഗ്രാമങ്ങളിൽ കൂടി നമുക്ക് സഞ്ചരിക്കാനായിട്ട് തന്നെ. ശരിക്കും ഒരു ദിവസം നിങ്ങൾ വരുവാണെങ്കിൽ മജുലിയിൽ സ്പെൻഡ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളൊക്കെ റെൻ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വീലറൊക്കെ റെൻ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചുമ്മാ സഞ്ചരിക്കണം, ഒരു പക്ഷിയെ പോലെ ചുമ്മാ അതിങ്ങനെ സഞ്ചരിക്കണം. നമുക്ക് ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കഴിയാൻ. ഒരു ആ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആണ്. അതാണ് ഞാൻ പറയുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചയുടെ 4:1 പോലും പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ യാത്ര എന്താ പറയുക, എന്ത് പറയുന്നത്, ഞങ്ങൾക്ക് ആ യാത്ര മാക്സിമം എൻജോയ് ചെയ്യാം. അതായത് ഇവിടെ നമ്മളൊരു പോട്ടറി ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി നമ്മളെ വിളിക്കുകയാണ്, ഉള്ളിലേക്ക് വിളിക്കുകയാണ് അവരുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പം നമ്മൾ സൽമോറ എന്ന് പറയുന്നൊരു ഗ്രാമമാണ് മജുലിയിലെ. ഇവിടെ പോട്ടേഴ്സ് വില്ലേജാണ്, അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വീട് കണ്ടിട്ട് വീട്ടിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻറ്റി ഇതൊക്കെ ഉണ്ടാക്കും. ക്ഷണിക്കുന്നത് അവരൊന്ന് ഇതുപോലെ ഒന്ന് മേക്ക് ചെയ്ത് കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം മേടിക്കാനുള്ള എന്തെങ്കിലും ഒരു വക നമ്മുടെ കയ്യിൽ നിന്ന് തടയുമെന്ന പ്രതീക്ഷയോടാണ് ഇവരൊക്കെ നമ്മളെ അവരിലേക്ക് വിളിക്കുന്നത്. അത് അവരുടെ എന്താ ആ ഒരു ജീവിതം, അത് ശരിക്കും നമ്മൾ റിയലി കണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അവരാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറയും. നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് ഇവിടുത്തെ വീടുകൾ നോക്ക്, എന്തുമാത്രം വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. നമ്മൾ ഒരു വീട് വയ്ക്കും, വലിയൊരു വീട് വയ്ക്കും, 50 ലക്ഷം 60 ലക്ഷം മുടക്കി വീട് വയ്ക്കും. ജീവിതകാലം മൊത്തം പലരും അതിന്റെ ഒരു കടം തീർക്കാനായിട്ട് പലരും ഗൾഫിൽ കിടക്കുന്നു, അല്ലെ ജോലി ജീവിതകാലം മൊത്തം കഷ്ടപ്പെടുകയാണ് വീടിന് ലോൺ എടുക്കാൻ വേണ്ടി. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലൈഫാണ്. നോക്കി എന്ത് സിമ്പിളായിട്ടാണ് അവർ ചെയ്യുന്നതെന്ന്. ആ ഒരു ജസ്റ്റ് കൈ കൊണ്ട് തന്നെ മണ്ണ് കുഴച്ച് നമ്മളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ ചെയ്യുക, അവരുടെ രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോട്ടറി മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി സിമ്പിളായിട്ടോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കൈകൊണ്ട്, വെറും കൈകൊണ്ട് മാത്രം സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കി. ഇവിടുത്തെ മണ്ണ് തന്നെയാണ്, നമ്മുടെ മജുലിയിൽ കാണുന്ന ആ ഒരു മണ്ണ് തന്നെയാണ് അവരതിന് ഉപയോഗിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു പ്രത്യേകതയുണ്ട്, അതാത് മജുലിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ പല സത്രങ്ങൾ സ്പ്രെഡായി കിടക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോട്ടറിക്ക് ചെയർ വേണം. അപ്പോൾ ആ ചെയർ പോപ്പുലറായിട്ട് അവർക്ക് അല്ലെങ്കിൽ ബൾക്കായിട്ട് കിട്ടുന്ന ഒരു ഭാഗത്തേക്കാണ് ഇവർ ചേക്കേറിയിരിക്കുന്നത്. അതായത് അവരുടെ ചുറ്റുപാടും എന്താണോ ഉള്ളത് അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കാൻ അവർക്കറിയാം. അതാണ് ഇവരുടെ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പണ്ട് കാണുന്നത് പോലെ ചക്രത്തിൽ വെച്ച് കറക്കിയല്ല അവർ ചെയ്യുന്നത്. അവരവരുടെ കാലും കൈയും മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. पेरियार नेशनल पार्क केरला स्टेट में। आप आए हो? पेरियार रिवर। हाँ आप आए हो? आए हो कब? केरला आए हो? केरला पेरियार नदी, पेरियार राष्ट्रीय उद्यान तारस। अच्छा itu enak-enak ini. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ടീ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയെടുത്ത കുടങ്ങളാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൽമോറയിലെ പോട്ടേഴ്സ് വില്ലയിലെത്തി ആ പോട്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇവിടുത്തെ തന്നെ മണ്ണും കാര്യങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. മാർക്കറ്റിൽ ഇവിടുത്തെ മണ്ണും എല്ലാം സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് ഇത് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇവർ കുടം കൊണ്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കണ്ട ചെറിയ കുടത്തിന് മാർക്കറ്റിൽ 50 രൂപ കിട്ടത്തുള്ളൂ. വലിയ കുടമൊക്കെ ആണെങ്കിൽ 100, 200 അങ്ങനെ പല റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദീതീരത്തെ മജുലി ദ്വീപിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് മെയിൻലി മജുലിയിൽ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുകയാണ്. ആസാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഖാദി വില്ലേജ് നമ്മളെ നെയ്ത്ത് ഗ്രാമം കണ്ടു. ഇപ്പോൾ നമ്മൾ പോട്ടറി കണ്ടു, മാസ്ക് മേക്കിംഗ് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ഫിഷിംഗ് സ്പോട്ടുകൾ ഒരുപാട് കണ്ടു അല്ലേ. നമ്മളുടെ തനത് കേരളത്തിൻ്റെ അതേ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇനി നമുക്കതൊക്കെ നഷ്ടമായി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നൊസ്റ്റു അടിക്കുന്നുണ്ട്. സത്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നുവെച്ചാൽ എന്താണ്, സിമെൻറ്റും കമ്പിയും പോലും ഇവിടെ കണ്ടിട്ടില്ല. അവർ സാധാ വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നതെല്ലാം. എന്നിരുന്നാലും കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അതുവരേക്കും
ബൈ ബൈ.